ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വീട്ടിലില്ലാത്ത കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ അത് പുലാസാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിംഗ് വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മാംഗോസ്റ്റിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ വാങ്ങിച്ച പുലാസാൻ്റെ ഫ്രൂട്ടാട്ടോ ഇത്. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കിയിട്ടില്ല. നമ്മളിവിടെ പറമ്പിൽ ഇത് നട്ടിട്ട് പിടിച്ചില്ല. അതൊരു 2 വർഷമൊക്കെ എടുക്കും ഇത് ഫ്രൂട്ടാവാൻ. നമ്മൾ നട്ടിട്ട് അത്ര പിടിച്ചില്ല. നമ്മൾ നടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു ചെടിയും കൂടി ആട്ടോ. നമുക്ക് ഒന്നുകൂടെ വാങ്ങിച്ച് നട്ട് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ പോലെ തന്നെ ഇരിക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടതും വായിച്ചതും വെച്ചിട്ട് ഇത് ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കും. അപ്പം ഇതിന് കുറച്ച്, പിന്നെ ഇതിൻ്റെ തൊലി കുറച്ച് ഹാർഡാണ്. പിന്നെ ഇതിന് കളറ് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന റംബൂട്ടാനാണെങ്കിൽ കുറച്ച് റെഡ് അല്ലേ, ഇത് വേറെ കുറച്ചും കൂടി ഒരു വയലറ്റ് പോലത്തെ കളറുമാണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഇത് കുറച്ചും കൂടി ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോഴത്തേനുമാണ് ഇത് നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആൾക്കാർ ഈ ഒരു കളർ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാവേ. റംബൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ റംബൂട്ടാനാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പം ഇവൻ പൊളിഞ്ഞ് വരുവാണെങ്കിലും അതിൻ്റെ ഈ ചെറിയൊരു ഷെല്ലിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കിട്ടും. ഇത് വെച്ചാൽ ഫുള്ളായിട്ട് പൊളിഞ്ഞ് വരും. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോണ്ടാന്ന് തോന്നുന്നു. ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോയി. ഇപ്പോൾ കുറേ നാൾ പറിച്ച് വെച്ചോണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സീഡ് കഴിക്കാൻ പറ്റും. അതിനൊരു ബദാമിൻ്റെ ടേസ്റ്റാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. നമുക്കിത് അതുകൂടെ കഴിച്ച് നോക്കാം കേട്ടോ. റംബൂട്ടാനെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു. ഇതുണ്ടോ, ഞാൻ പുല്ലുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമ്മൾ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ച് നട്ടൊക്കെ നോക്കിയിട്ട് ഇതിന് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.